ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർമാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് പാർലമെന്റ് സമുച്ചയത്തിന്റെ സൗത്ത് പ്ലാസയിൽ നടക്കും. വൈകിട്ട് 4 മണിക്ക് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ പുതിയ ക്യാബിനറ്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാകും പങ്കെടുക്കുക. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, നമുക്കറിയാം നിരവധി രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നുപോയ ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഇപ്പോഴും കടന്നുപോകുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരുന്നു. നാടുകടത്തപ്പെടുന്ന നിരവധി നേതാക്കളുണ്ടാകുന്നു. അഴിമതി ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അവിടെ നിന്ന് സ്ഥിരതയാർന്ന ഒരു സർക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് താരിഖ് റഹ്മാന്റെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ഒരു കടമ്പ. അതിനുള്ള ഭൂരിപക്ഷവും ജനം നൽകിയിട്ടുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? വലിയൊരു വിജയം താരിഖ് റഹ്മാൻ ഇപ്പോൾ ഉണ്ടായെങ്കിലും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇനി മുന്നോട്ടുള്ള ഒരു രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു 2024 കലാപത്തിന് ശേഷം സാമ്പത്തികമായും അതുപോലെ തന്നെ അവിടെ ഒരുപാട് ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും എല്ലാ തരത്തിലും തകർന്നു നിൽക്കുന്ന ഒരു രാജ്യത്തെ പൂജ്യത്തിൽ നിന്ന് പടുത്തുയർത്തുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളൊക്കെ കാണുമ്പോൾ അതിന് കഴിയും എന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷകളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് നടക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് എം പിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഈ എം പിമാരിൽ ഈ BNPയുടെ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ 297-ൽ 209 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ 209 പേരും രാവിലെ 10 മണിക്ക് ജാതീയ സൻസദ് ഭവൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ പാർലമെൻറ്റ് മന്ദിരത്തിൽ വെച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിർവഹിക്കും. ഈ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള AMM നാസിറുദ്ദീനാണ്. അതിനുശേഷം രാവിലെ 11:30 BNPയുടെ ഒരു പാർലമെൻ്ററി മീറ്റിംഗ് അത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ 11:30 പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗിൽ വെച്ചായിരിക്കും BNP അവരുടെ നേതാവിനെയും അതുപോലെ തന്നെ മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളെയും തിരഞ്ഞെടുക്കുക. ഈ നേതാവിനെ ആയിരിക്കും ബംഗ്ലാദേശ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി പിന്നീട് ക്ഷണിക്കുക. തീർച്ചയായിട്ടും അവർ താരിഖ് റഹ്മാനെ തന്നെയായിരിക്കും തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കുക. പിന്നീട് ക്യാബിനറ്റ് അംഗങ്ങളെയും ഈ 11:30 യോഗത്തിൽ തന്നെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് ഈ ക്യാബിനറ്റ് അംഗങ്ങളുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയായിട്ടുള്ള താരിഖ് റഹ്മാൻ്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് പറയുന്നത്. ബംഗ്ലാദേശ് പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷഹാബുദ്ദീനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. വൈകുന്നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ബംഗാ ഭവൻ എന്ന് പറയുന്ന പ്രസിഡന്റിൻ്റെ വസതിയിൽ വെച്ചാണ് സാധാരണ ബംഗ്ലാദേശിലുള്ള പ്രധാനമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ പാർലമെന്റിന്റെ സൗത്ത് പ്ലാസയിൽ വെച്ചാണ് നിലവിൽ ഈ താരിഖ് റഹ്മാന്റെയും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാകും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ക്ഷണിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ എത്തുന്നതിനാൽ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഓം ബിർള പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന് പുറമെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിശ്രി, അതുപോലെ തന്നെ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ഇക്ബാൽ കുമാർ സിംഗ് ഇവരും ഇതിന് പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല ചൈന, അതുപോലെ തന്നെ സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി, UAE, ഖത്തർ, മലേഷ്യ, ശ്രീലങ്ക, നേപ്പാൾ, മാലദ്വീപ് ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിലെയും തലവന്മാരെയും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മൊത്തം ആഭ്യന്തര അതിഥികളും അതുപോലെ തന്നെ ബംഗ്ലാദേശിന് പുറത്തുള്ള വ്യക്തികളും കൂടി ചേർത്ത് 1200 പേർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കാളികളാകും എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ബംഗ്ലാദേശിന്റെ പുതുയുഗ പിറവിയാണ്. സത്യപ്രതിജ്ഞ പാർലമെന്റ് സമുച്ചയത്തിൽ ഉണ്ടാകും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് വിവരം.